Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IOT മൊഡ്യൂൾ 4ലുള്ള മാസീവ് പാരലൽ പ്രോസസ്സിംഗ് MPP ഡാറ്റാബേസ് എന്താണെന്നാണ്. നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനു മുന്നേ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കുക. എന്താണെങ്കിലും വീഡിയോ കാണുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയല്ലോ. നോട്ട്സ് എല്ലാം ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ മെയിൽസ് എനിക്ക് ഇതിന് മുന്നേ വീഡിയോ കാണുന്നവരുടെ മെയിൽസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ അതുപോലെ തന്നെ എക്സാം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. ഓക്കെ, മസ്റ്റായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് മാസീവ് പാരലൽ പ്രോസസ്സിംഗ് MPP ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് MPP പാരലൽ ഡാറ്റാബേസ് പാരലൽ പ്രോസസ്സിംഗ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ മാസീവ് പാരലൽ പ്രോസസ്സിംഗ് MPP എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡാറ്റാബേസ്. എന്ത് ഡാറ്റാബേസ് ആണ് MPP ഡാറ്റാബേസിൻ്റെ പ്രത്യേകത എന്താണ്, അതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. So MPP database were built on the concept of the relational data warehouses but are designed to be faster, efficient and to support reduced query time. Okay, നിങ്ങൾ മനസ്സിലാക്കുക, MPP database എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റ വെയർഹൗസസിൻ്റെ കോൺസെപ്റ്റിൽ തന്നെ ബിൽഡ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് ഡാറ്റാബേസ് ആണ് MPP ഡാറ്റാബേസ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾറെഡി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ് റിലേഷണൽ ഡാറ്റ വെയർഹൗസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താണ് റിലേഷണൽ ഡാറ്റ വെയർഹൗസസ് അല്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരില്ല എന്തായിരിക്കും ഈ പറയുന്ന റിലേഷണൽ ഡാറ്റ വെയർഹൗസസ്. ഞാൻ പറഞ്ഞുതരാം. റിലേഷണൽ ഡാറ്റ വെയർഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ യു സെൻട്രലി സ്റ്റോർ ആൻഡ് മാനേജ് ലാർജ് വോളിയൂം ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ. അതായത് നമ്മൾ കമ്പനികളിലൊക്കെ ഈ പറയുന്ന MPP വരുന്നതിന് മുന്നേ മറ്റു കമ്പനികളിലാണെങ്കിലും ഒക്കെ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റേനെ ഒരുമിച്ച് ഒരു സ്ട്രക്ചർ ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൈൻഡ് ഓഫ് ഡാറ്റാബേസ് ആണ് റിലേഷണൽ ഡാറ്റ വെയർഹൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കോപ്പി ഫ്രം മൾട്ടിപ്പിൾ ഡാറ്റാസ്, പല ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ കോപ്പി ചെയ്ത് ഈ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയൊക്കെ നമ്മൾ RDW യൂസ് ചെയ്യാറുണ്ട്. സോ ടു ബി യൂസ്ഡ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി? ഫോർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് റിപ്പോർട്ടിംഗ് സോ ദാറ്റ് യുവർ കമ്പനി ക്യാൻ മേക്ക് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. അതായത് നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു ബിസിനസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഓരോ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഒരുപാട് നാളത്തെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയും അതുപോലെ തന്നെ ട്രെൻഡ് അനാലിസിസിനും റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഡാറ്റ പല സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റേനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡാറ്റാബേസ് ആണ് റിലേഷണൽ ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. സോ അതിന് മുകളിൽ, അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ, പക്ഷേ അതിലും കുറച്ചും കൂടെ എഫിഷ്യൻസിയും അതുപോലെ ഫാസ്റ്ററും ദെൻ റിഡ്യൂസ്ഡ് ക്വറി ടൈം ഇതെല്ലാം കൂടെ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ഡാറ്റാബേസ് ആണ് മാസീവ്ലി പാരലൽ പ്രോസസ്സിംഗ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ പറയുന്നുണ്ട് റിഡ്യൂസ്ഡ് ക്വറി ടൈം. എന്താണ് ക്വറി ടൈം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു യൂസർ ഒരു സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് എത്ര ഫാസ്റ്റിലാണ് ആ ഒരു സംഭവം പ്രോസസ്സ് ചെയ്ത് അത് സെർച്ച് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നത് അല്ലേ? നമ്മളിപ്പം നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക, സെർച്ച് സംഭവം ഇട്ട് കൊടുക്കുമ്പം അതെന്താ, അത് അവിടെ ഒരു ഡാറ്റാബേസ് വർക്കിംഗ് ആണല്ലേ. നമ്മൾ ആ ഒരു സംഭവം ഒരു ക്വറി ഇട്ട് കൊടുക്കുമ്പം അതവിടെ എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ കിടക്കുന്നത് അത് അവിടെ പോയി സെർച്ച് ചെയ്ത് ആ സാധനം കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചിടും. അപ്പോൾ അത്രയും സമയം, ആ ഒരു ടൈമിനെയാണ് നമ്മൾ ക്വറി ടൈം എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു ടൈം കുറച്ച് കിട്ടുകയാണ് ഈ പറയുന്ന പുതിയ നമ്മുടെ മാസീവ്ലി പാരലൽ പ്രോസസ്സിംഗ് ഡാറ്റാബേസ് വെച്ചിട്ട്. ക്വറി ടൈം റിഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫാസ്റ്ററാണ്, എഫിഷ്യൻ്റ് ആണ്. സോ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ് MPP ഡാറ്റാബേസ്. ഓക്കെ, സോ നിങ്ങൾക്ക് റിലേഷണൽ ഡാറ്റ വെയർഹൗസസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ടു അക്കംപ്ലിഷ് ദിസ്, അപ്പോൾ നമ്മൾ ഈ MPPനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? MPP ഡാറ്റാബേസ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിപ്പിൾ നോട്ട്സ്.
അതായത് ഇവിടെ ഈ നമ്മൾ പറഞ്ഞു MPP ഡാറ്റാബേസ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റ വെയർഹൗസിനെ വെച്ച് നോക്കുമ്പം ഫാസ്റ്റർ ആണ്, എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ സപ്പോർട്ട് റിഡ്യൂസ്ഡ് ക്വറി ടൈം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്, പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണ്, എന്തുപയോഗിച്ചായിരിക്കും ഇത് കൂടുതൽ എഫിഷ്യൻസി വരിക, കൂടുതൽ ഫാസ്റ്റർ ആവുക, അതാണ് പറയാൻ പോകുന്നത്. സോ ഇവിടെ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിപ്പിൾ നോട്ട്സ്, അതായത് ഒന്നിൽ കൂടുതൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യും. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു ട്രീ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളെന്താ നമ്മൾ ഈ ഡിസിഷൻ ട്രീ ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണത്തില്ലേ, ഒരു ദർ വിൽ ബി എ മെയിൻ തിങ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഡിവൈഡ് ചെയ്ത് താഴേക്ക് നോട്ട്സ്, ലീഫ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിപ്പിൾ നോട്ട്സ്, അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകളെ ഇവരിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻഡ് ഇൻ എ സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചർ സച്ച് ദാറ്റ് ബോത്ത് ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആർ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് മൾട്ടിപ്പിൾ സിസ്റ്റം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു മൾട്ടിപ്പിൾ നോട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്താ ഒരു സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആർ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് മൾട്ടിപ്പിൾ സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സിസ്റ്റത്തിലല്ല ഈ പറയുന്ന ഡാറ്റയും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതൊന്നും ഒറ്റ സിസ്റ്റത്തിലല്ല, മൾട്ടിപ്പിൾ നോട്ട്സ്, ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഡാറ്റേനെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാൻ കൊടുക്കും. അവിടെ പല പല കമ്പ്യൂട്ടേഴ്സ്, പല പല മൾട്ടിപ്പിൾ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം. സോ അവിടെ വർക്കും അതുപോലെ സ്റ്റോറേജും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ക്വറി ടൈം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള സംഭവം എളുപ്പമാവുന്നു. അതുപോലെ തന്നെ എല്ലാം കുറച്ചും കൂടെ ഒരു എന്താണ്, നമുക്ക് ഇപ്പോൾ ഒരു ക്വറി ഇട്ട് കൊടുത്താൽ അത് ഏത് സിസ്റ്റത്തിലാണോ ആ സിസ്റ്റത്തിൽ മാത്രം പോയി അത് സെർച്ച് ചെയ്താൽ മതി. സോ അത് ആ ഒരു സംഭവം എന്താണ്, ഈസി ആക്കുവാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്, മൾട്ടിപ്പിൾ നോട്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റം, ഒന്നിൽ കൂടുതൽ സിസ്റ്റം കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇവർ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. സോ ഡിസൈൻ ഒരു സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ബോത്ത് ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആർ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് മൾട്ടിപ്പിൾ സിസ്റ്റം. മൾട്ടിപ്പിൾ സിസ്റ്റത്തിലേക്ക് ഡാറ്റയും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഈ എന്താണ് ക്വറി ടൈം കുറയ്ക്കാൻ പറ്റും, ഫാസ്റ്റർ ആക്കാൻ പറ്റും, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. MPPs are sometimes referred to as analytic database because they are designed to allow for fast query processing and often have built-in analytic functions. ഇനി MPPനെ ചില സമയം നമുക്ക് പറയാൻ പറ്റും അനലിറ്റിക് ഡാറ്റാബേസ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്, ബിക്കോസ് ദേ ആർ ഡിസൈൻ ടു അലോ ഫോർ ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ്. കാരണം അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്താണ്, ഫാസ്റ്റ് ആയിട്ടുള്ള ക്വറി പ്രോസസ്സിംഗ് അലോ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഓഫൺ ഹാവ് ബിൽഡ്-ഇൻ അനലിറ്റിക് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ അനലിറ്റിക് ഫംഗ്ഷൻസ് ബിൽഡ്-ഇൻ ആയിട്ട് അതിലുണ്ട്. ഓക്കെ, സോ MPPനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സംടൈംസ് റിഫർ ടു അസ് അനലിറ്റിക് ഡാറ്റാബേസ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ദേ ആർ ഡിസൈൻ ടു അലോ ഫോർ ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ്. ഫാസ്റ്റ് ക്വറി പ്രോസസ്സിംഗ് അവിടെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തിന് ബിൽഡ്-ഇൻ ആയിട്ടുള്ള അനലിറ്റിക് ഫംഗ്ഷൻസും അതിന് ഉണ്ടാവാറുണ്ട്. ആസ് ദ നെയിം ഇംപ്ലൈസ് ദീസ് ഡാറ്റാബേസ് ടൈപ്സ് പ്രോസസ് മാസീവ് ഡാറ്റ സെറ്റ്സ് ഇൻ പാരലൽ അക്രോസ് മെനി പ്രോസസ്സേഴ്സ് ആൻഡ് നോഡ്സ്. മാസീവ്ലി പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, മാസീവായിട്ടുള്ള ഒരു ഡാറ്റ, അവിടെ വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്, അതിനെ പാരലൽ ആയിട്ട് പ്രോസസ്, അതായത് പാരലൽ എന്ന് വെച്ചാൽ പല പല കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് പാരലൽ ആയിട്ട് ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സോ പേര് നിങ്ങൾ മനസ്സിലാക്കണം. മാസീവ്ലി പാരലൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, അതായത് ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്, അതിനെ പാരലൽ ആയിട്ട് പല പല പ്രോസസ്സേഴ്സും നോഡ്സും വെച്ചിട്ടാണ് അതിനെ എന്താണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് MPP എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ബെസ്റ്റ് ആർക്കിടെക്ചർ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഒരു മിഡിൽ സെഗ്മെൻറ്റ് ഉണ്ട്. സോ അവരിൽ നിന്ന് എന്താണ്, ഒരു മാസ്റ്റർ ഹോസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡ് ബൈ മാസ്റ്റർ ഉണ്ട്, ദെൻ എന്താണ് നോഡ് 1 നോഡ് 2 എക്സെട്ര നോഡ്. എത്ര നോട്ട്സ്, എത്ര കമ്പ്യൂട്ടേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ നോട്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കമ്പ്യൂട്ടർ, ഇത് ഓരോ നോട്ട്സും ഓരോ കമ്പ്യൂട്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ എത്ര വേണമെങ്കിലും കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡാറ്റയുടെ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നോഡ് 1 നോഡ് 2 നോഡ് എത്ര നോട്ട്സ് ഉണ്ട് അത്, പിന്നെന്താ ഓരോ നോട്ട്സിൻ്റെ അകത്ത് സെഗ്മെൻറ്റ് ഹോസ്റ്റ് 1 സെഗ്മെൻറ്റ് ഹോസ്റ്റ് 2 അങ്ങനെ അതിൻ്റെ അകത്ത് എല്ലാം ഓരോ കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ അതിൻ്റെ അകത്ത് CPU സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സിലും കൊടുത്തേക്കാണ്. ഓക്കെ, സോ ഇതാണ് MPPയുടെ ആർക്കിടെക്ചർ. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ ഹോസ്റ്റും അതുപോലെ സ്റ്റാൻഡ് ബൈ മാസ്റ്ററും ഉണ്ടാവും.
It contains a single master node that is responsible for the coordination of all the data storage and processing across the cluster. അപ്പോൾ എന്താ പറയുന്നത്, ഒരു സിംഗിൾ മാസ്റ്റർ നോഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു മാസ്റ്റർ ഹോസ്റ്റ്, അവിടെ ഒരു സിംഗിൾ മാസ്റ്റർ നോഡ് ഉണ്ടാവും ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഓൾ ദ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് അക്രോസ് ദ ക്ലസ്റ്റർ. അതായത് ഈ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള എല്ലാ ഡാറ്റ സ്റ്റോറേജും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നതിന് അതിൻ്റെ എല്ലാം കോർഡിനേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ മാസ്റ്റർ നോഡ് ഉണ്ടാവും for the coordination of all the data storage and processing across the cluster. ഇനി എന്താണ്, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ ഷെയർഡ് നത്തിങ് ഫാഷൻ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷെയർഡ് നത്തിങ് ഫാഷനിലായിരിക്കും. വിത്ത് ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ലോക്കൽ പ്രോസസ്സിംഗ്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ ഇവിടെ എന്താണ് ഷെയർഡ് നത്തിങ് എന്ന്? എന്താണ് ഷെയർഡ് നത്തിങ് എന്ന് വെച്ചാൽ, അതായത് ഈ പല പല നോഡ്സ് ഉണ്ടെങ്കിലും പല പല കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും അവിടെ ആ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഒരു ഷെയറിങ് നടക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു ഷെയർഡ് മെമ്മറിയോ അല്ലെങ്കിൽ ഒരു ഷെയർഡ് സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. ഓരോ കമ്പ്യൂട്ടേഴ്സും ഇൻഡിവിജ്വൽ ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഓക്കെ, ഓരോ ഇൻഡിപെൻഡൻ്റ്ലി ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും എല്ലാ പരിപാടിയും ഇൻഡിപെൻഡൻ്റ്ലി ആണ്. ആ കമ്പ്യൂട്ടറുകൾ, ആ നോഡുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന ഒരാൾ മെയിൻ ആയിട്ടുണ്ട്, സിംഗിൾ മാസ്റ്റർ നോഡ്. അതല്ലാതെ അവിടെ ഒരു ഷെയർഡ് മെമ്മറിയോ ഷെയർഡ് ടാസ്കോ ഒന്നുമില്ല. എല്ലാവരും എന്താണ്, ഷെയർഡ് നത്തിങ്. അവിടെ നമ്മൾ ഒരു ഒന്നും തന്നെ ഡാറ്റ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ഓരോ നോഡ്, ഓരോ കമ്പ്യൂട്ടർ, നമ്മളിവിടെ നോഡെന്ന് ഉദ്ദേശിക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്ന് വിചാരിക്കുക. ഓരോ നോഡിൻ്റെ അകത്ത് എന്താണ്, ഒരു ലോക്കൽ പ്രോസസ്സിംഗ് കാണും, മെമ്മറി കാണും, അതുപോലെ തന്നെ സ്റ്റോറേജും ഓപ്പറേറ്റിങ്ങും ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കും. ഓക്കെ, ഓരോ കമ്പ്യൂട്ടറിൽ അതിൻ്റെ സ്റ്റോറേജ് ഉണ്ട്, അതിൻ്റെ ലോക്കൽ പ്രോസസ്സിങ്ങും സ്റ്റോറേജും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഓപ്പറേറ്റിംഗ് എല്ലാം എന്തായിരിക്കും, ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. സോ അതാണ് ഇവിടെ ഷെയർഡ് നത്തിങ് ഫാഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഡാറ്റ സ്റ്റോറേജ് ഇസ് ഒപ്റ്റിമൈസ്ഡ് across the nodes in a structured SQL-like format that allows data analyst to work with the data using common SQL tools and application. ഇനി പറയുന്നത് എന്താണ്, ഡാറ്റ സ്റ്റോറേജിനെ കുറിച്ചാണ് MPPയുടെ കാര്യത്തിൽ പറയുന്നത്. അതായത് ഒപ്റ്റിമൈസ്ഡ് അക്രോസ് ദ നോട്ട്സ് ഇൻ എ സ്ട്രക്ചേർഡ് SQL-like ഫോർമാറ്റിലായിരിക്കും ദാറ്റ് അലോസ് ഡാറ്റ അത് എന്താണ്, ഡാറ്റനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു SQL-like ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോറേജ് ഒക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഡാറ്റ അനലിസ്റ്റുകൾക്ക് ടു വർക്ക് വിത്ത് ദ ഡാറ്റ യൂസിങ് കോമൺ ആയിട്ടുള്ള SQL ടൂൾസും ആപ്ലിക്കേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലിസ്റ്റുകൾക്ക് MPPയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള SQL-like ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോറേജ് ഒക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ അനലിസ്റ്റിന് എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കോമൺ SQL ടൂൾസും ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റേനെയൊക്കെ ആക്സസ് ചെയ്യാനും അതിൻ്റെ ബാക്കി വർക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ഇത്രയാണ് എന്താണ് MPPനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതൊരു സിമ്പിളായിട്ട് തോന്നില്ലേ, MPP എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേരിൽ തന്നെ കുറച്ച് പോയിന്റ്സ് എഴുതാൻ പറ്റും. നിങ്ങൾ ഇപ്പം ഞാൻ തന്നിരിക്കുന്ന പോയിന്റ്സ് അതുപോലെ തന്നെ കാണാതെ പഠിക്കണം എന്നില്ല. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി. അപ്പം നമുക്ക് ആ പേര് ആസ് എ നെയിം സജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ MPPനെ കുറിച്ച് നിങ്ങൾക്ക് MPP ഫുൾ ഫോം ഇതാണ്, MPP പേര് പറയുന്ന പോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഡാറ്റേനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാരലലായിട്ട്, അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൽ പാരലലായിട്ട് വർക്ക് ചെയ്ത് നടക്കുകയാണ്. അവിടെ ഒരു ഷെയർഡ് മെമ്മറിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഷെയർഡ് നത്തിങ് ഫാഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ എന്തായിരുന്നു, റിലേഷണൽ ഡാറ്റ വെയർ ഹൗസ്, അതിനേക്കാളും ആ ഒരു കോൺസെപ്റ്റ് വെച്ച് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് MPP ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഈ സംഭവം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ മനസ്സിരുത്തി പഠിച്ചത് എന്തൊക്കെയാണ്, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അതിങ്ങനെ ഓർത്ത് വെക്കുക. നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക, എന്നിട്ട് വീഡിയോ തിരിച്ചു വന്ന് കണ്ടിട്ട് നോക്കുക. നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ നോക്കി കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലെക്ചർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് MPPനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട്സൊക്കെ എഴുതിയൊക്കെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ അല്ലാതെ മെയിൽ വഴി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട്സ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു PPT ഫോർമാറ്റിലല്ല PDF ഫോർമാറ്റിലാണ് നോട്ട്സ് കിടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് സുഖകരമാവാൻ വേണ്ടിയാണ് ഞാൻ PPT ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു ഡയഗ്രാംസ് ഒക്കെ പഠിക്കുക. നിങ്ങൾ മാക്സിമം ഇത് എക്സാമിൽ എഴുതുമ്പോൾ ഡയഗ്രാംസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഡയഗ്രാം കണ്ടില്ലേ, അത് ശരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സാധനം.
എന്ന് വെച്ചാൽ ഏതെങ്കിലും പേജിൻ്റെ മൂലയിൽ കൊണ്ട് ചെറിയതായിട്ട് വരച്ച് വെക്കരുത്. ഒരു വലിയ ഒരു പേജിൻ്റെ 1/4 അല്ലെങ്കിൽ 1/2 അത്രയും പോർഷൻ എടുത്ത് തന്നെ നിങ്ങൾക്ക് പേപ്പർ എന്തായാലും തീർന്നൊന്നും പോകുന്നു, നിങ്ങൾക്ക് അവിടെ തരും. നിങ്ങൾക്ക് തീർന്നു പോയാലും നിങ്ങൾക്ക് അവിടെ പേപ്പർ തരും. സോ അതുകൊണ്ട് നിങ്ങൾ വലിയതായിട്ട് വരയ്ക്കുക. ഓക്കെ, ചെറിയ ഡ്രോയിങ് സംഭവമാണെങ്കിൽ പോലും നിങ്ങൾ വലിയതായിട്ട് വരച്ച് നല്ല നീറ്റായിട്ട് അതിൽ മാർക്കൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡയഗ്രാംസ് ഒക്കെ കൊടുത്ത് വേണം ഈ ആൻസർ എഴുതാൻ. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടോ ഡയഗ്രാംസോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ സാധനം കൊടുക്കുക. ചുമ്മാ മണ്ടത്തരം എഴുതി വെക്കുക അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ മാക്സിമം ഡയഗ്രാംസോ ഫ്ലോ ചാർട്ട്സോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. അപ്പോൾ 15 മിനിറ്റ്, ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.